ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി നടത്തിയ പ്രസ്താവനകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ അമേരിക്കയുടെ പങ്കിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം വാഷിംഗ്ടണിന്റെ ഇടപെടലുകളാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത പുതിയ തലങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് അരഗാച്ചിയുടെ ഈ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. ഇസ്രായേലിന്റെ സൈനിക നടപടികളെയും അതിന് അമേരിക്ക നൽകുന്ന പിന്തുണയെയും നിയമവിരുദ്ധമായ അധിനിവേശം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ അധിനിവേശത്തിനെതിരെയുള്ള ഇറാന്റെ പോരാട്ടം കേവലം ഒരു പ്രാദേശിക തർക്കമല്ലെന്നും മറിച്ച് പാശ്ചാത്യ ഇടപെടലുകൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ വിദേശ നയത്തിന്റെ പ്രധാന ലക്ഷ്യം മേഖലയിലെ സമാധാനമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അമേരിക്കൻ വിരുദ്ധതയിൽ അധിഷ്ഠിതമായ ഒരു ആഖ്യാനം നിർമ്മിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യയിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കാത്തത് പുറത്തു നിന്നുള്ള ശക്തികളുടെ സാന്നിധ്യം മൂലമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഈ വാദത്തിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചുള്ള അരഗാച്ചിയുടെ പരാമർശങ്ങൾ ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു. മേഖലയിൽ പിരിമുറുക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും സഹകരിച്ചു പ്രവർത്തിക്കുന്ന വാണിജ്യ കപ്പലുകൾക്കായി ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ആഗോള എണ്ണ വിതരണത്തിൽ നിർണായകമായ ഈ പാതയുടെ സുരക്ഷ ഇറാന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന സൂചന അദ്ദേഹം നൽകി. എങ്കിലും അമേരിക്കയോടും അതിന്റെ സഖ്യകക്ഷികളോടുമുള്ള ഇറാന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉപരോധങ്ങൾ ഉപയോഗിച്ച് ഇറാനെ തളർത്താമെന്ന പാശ്ചാത്യ മോഹം നടക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാന്റെ പ്രതിരോധ വീര്യം വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ന്യൂഡൽഹിയിലെ ഈ വേദി ഇറാന് തങ്ങളുടെ നിലപാടുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ലഭിച്ച മികച്ച അവസരമായിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾക്ക് വിപരീതമായി തങ്ങളുടെ ഭാഗത്തെ ശരികൾ വിശദീകരിക്കാൻ അരഗാച്ചി ശ്രമിച്ചു. മേഖലയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയെ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ സജ്ജമാണെന്നും എന്നാൽ യുദ്ധം വ്യാപിപ്പിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന ചർച്ചകൾക്ക് ഇറാൻ എപ്പോഴും തയ്യാറാണെങ്കിലും അത് രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടായിരിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളെക്കുറിച്ചും അദ്ദേഹം ദീർഘമായി സംസാരിച്ചു. ബ്രിക്സ് കൂട്ടായ്മയിലെ മറ്റ് അംഗരാജ്യങ്ങളായ ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ അമേരിക്കയുടെ ഒറ്റപ്പെടുത്തൽ തന്ത്രത്തെ മറികടക്കാമെന്ന് ഇറാൻ കരുതുന്നു. ലോകക്രമത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇറാൻ അനുകൂലമാണെന്ന ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഏകധ്രുവ ലോകക്രമത്തിൽ നിന്ന് ബഹുധ്രുവ ലോകക്രമത്തിലേക്കുള്ള മാറ്റമാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള വിമർശനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗം. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന അമേരിക്ക ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നത് വൈരുദ്ധ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം നടപടികൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിൽ അമേരിക്കയോടുള്ള വിശ്വാസ്യത കുറയ്ക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമുദ്ര സുരക്ഷയുടെ കാര്യത്തിൽ ഇറാൻ കാണിക്കുന്ന ജാഗ്രതയെക്കുറിച്ച് സംസാരിക്കവേ പ്രാദേശിക രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷ ഉറപ്പാക്കാൻ അവിടുത്തെ രാജ്യങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാന്റെ ഈ നിലപാട് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന ഈ കൂടിക്കാഴ്ചകൾ ഇറാന്റെ നയതന്ത്ര പോരാട്ടത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ഇറാന് സാധിക്കുന്നുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തെ ചെറുക്കാൻ ലോകത്തെ വളർന്നു വരുന്ന ശക്തികളുടെ സഹായം തേടുക എന്ന തന്ത്രമാണ് അരഗാച്ചി ഇവിടെ പയറ്റിയത്. മേഖലയിലെ സായുധ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ രാഷ്ട്രീയമായ പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത്തരം ചർച്ചകളിൽ ഇറാന്റെ താൽപര്യങ്ങൾ ബലി കഴിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിൽ ഇറാൻ കൈവരിച്ച നേട്ടങ്ങൾ ആർക്കും അവഗണിക്കാനാവില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗസയിലെയും ലബനനിലെയും സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം വികാരാധീനനായി.
അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് അമേരിക്ക നേരിട്ട് ഉത്തരവാദിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ സംഘർഷങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ബ്രിക്സ് അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു. തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമേ ഇറാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുള്ളൂവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ഇറാൻ തയ്യാറാണെങ്കിലും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അബ്ബാസ് അരഗാച്ചിയുടെ ഡൽഹി സന്ദർശനം ഇറാന്റെ നയതന്ത്ര മികവിന്റെയും പ്രതിരോധത്തിന്റെയും അടയാളമായി മാറി. അമേരിക്കയുടെ ആധിപത്യത്തിന് വഴങ്ങില്ലെന്ന ഉറച്ച സന്ദേശമാണ് അദ്ദേഹം ഈ വേദിയിലൂടെ ലോകത്തിന് നൽകിയത്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാന്റെ സ്ഥാനം എത്രത്തോളം നിർണായകമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വരും ദിവസങ്ങളിൽ ഈ പ്രസ്താവനകൾ ആഗോള രാഷ്ട്രീയത്തിൽ എങ്ങനെയുള്ള സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.